പോൾ പറയുന്നു, പാപം ചെയ്യുന്നവനാണ് വിഷക്കൊത്തേൽക്കുന്നത്, പാപം ചെയ്യാത്തവനല്ല. പാപം ചെയ്യുന്നവന് ഇത് വിഷപ്പല്ലാണ്. പാപം ചെയ്യുന്നവന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനെ ശക്തീകരിക്കുന്നതാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം ദൈവം മനുഷ്യന് ജീവിക്കാൻ കൊടുത്തതാ, അല്ലാതെ കൊല്ലാൻ കൊടുത്തതല്ല. അതുകൊണ്ടാണ് പോൾ പറയുന്നത് ജീവിക്കേണ്ടതിന് കൊടുത്ത ന്യായപ്രമാണം മരണത്തിന് കാരണമായെന്ന്. കാര്യം ആ ന്യായപ്രമാണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പിശാച് എന്ത് ചെയ്യുന്നത്? മനുഷ്യനെ അവന് വേണ്ടി അവൻ്റെ വകയാണെന്ന് അവകാശപ്പെടുന്നത്. അവൻ ദൈവത്തിൻ്റെ അടുത്ത് എന്ന് പറയുന്നത് എന്താണ്? നീ കൊടുത്ത ന്യായപ്രമാണം ഇവൻ അനുസരിച്ചില്ല. ന്യായപ്രമാണം കൊല്ലാൻ വേണ്ടി കൊടുത്തതല്ല, എന്തിനു വേണ്ടി കൊടുത്തതാണ്? ജീവിക്കാൻ വേണ്ടി കൊടുത്തതാണ്. പക്ഷെ അത് നമുക്ക് മരണകാരണമായി തീർന്നു. എന്തുകൊണ്ട്? പിശാച് അതിനെ ശക്തിയായി ഉപയോഗിച്ചു. എന്ത് ശക്തിയായിട്ട്? അത് നിഷേധിക്കുന്നവർക്ക് വിരോധമായി ഉപയോഗിച്ചു. ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചതായ കാര്യം. ഇവിടെ പോൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം? വിഷപ്പല്ലിനകത്തും വിഷസഞ്ചിയിലെ വിഷമില്ലെങ്കിൽ വിഷപ്പല്ലുകൊണ്ട് കുത്തിയാലും എന്തുണ്ടാകുന്നില്ല? പ്രശ്നമുണ്ടാകുന്നില്ല. ന്യായപ്രമാണം അനുസരിക്കാത്തത്, അത് ന്യായപ്രമാണത്തിൻ്റെ ലംഘനമാണ് വിഷപ്പല്ലിലൂടെ ഇറങ്ങി വരുന്ന ശിക്ഷ എന്ന് പറയുന്നത്. എന്നാൽ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്തതെന്നറിയാമോ? ഈ പാപത്തിൻ്റെ മരണത്തിൻ്റെ വിഷമുള്ള പാപം, ഈ മരണത്തിൻ്റെ വിഷമുള്ള അവൻ അവിടെ തകർത്ത് കളയുകയാണ്. കാൽവറി ക്രൂശിൽ മരണത്തിൻ്റെ വിഷമുള്ള യേശു കർത്താവ് തല്ലി ഒടിച്ച് കളഞ്ഞു. കാൽവറി ക്രൂശിൽ മരണത്തിൻ്റെ അധികാരിയായിരുന്ന എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്, മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ അവൻ തൻ്റെ മരണത്താൽ നീക്കി. പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ കൊത്തിക്കഴിഞ്ഞപ്പോൾ സർപ്പത്തിൻ്റെ പല്ല് തകർന്നു പോയി. എന്തോ ചെയ്യാനാണെന്ന് പറ. ഞാൻ ഭാവനയിൽ പറഞ്ഞൊരു കാര്യമാണ്. അതോടുകൂടെ ഇനിയിപ്പോൾ ആരെയും കൊത്താൻ സർപ്പത്തിൻ്റെ കയ്യിൽ എന്തില്ല? പല്ലില്ല. ഹല്ലേലൂയ. ടെറ്റലസ്റ്റായി, പല്ല് കൊഴിഞ്ഞു പോയി. എന്തോ ചെയ്യാനാ? കൊടുത്തു വീട്ടേണ്ടതെല്ലാം അവൻ കൊടുത്തു വീട്ടി. ഇനിയിപ്പോൾ ഇരുമ്പേ കടിച്ചതുപോലെ എന്താണ്? സർപ്പത്തിൻ്റെ പല്ല് തകർന്നു പോയി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. അവൻ്റെ കുതികാലിൽ കയറി കടിച്ചതാണ്. പക്ഷേ കടിച്ചപ്പോൾ സംഭവിച്ചതെന്നറിയാമോ? അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? അവൻ്റെ പല്ല് കൊഴിഞ്ഞുപോയി. ഹേ മരണമേ, നിന്റെ വിഷപ്പല്ല് എവിടെ? ഹേ മരണമേ, നിന്റെ വിഷപ്പല്ല് എവിടെ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. കാരണം ഞാൻ മരിക്കുന്നതിന് കാരണമായ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എൻ്റെ പാപത്തിൻ്റെ ശക്തിയാൽ എനിക്കെതിരെ ഉണ്ടായിരുന്ന ശിക്ഷയെ, ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റിനെ അവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? അവൻ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഏകമനുഷ്യൻ, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. എന്നാൽ ആ പാപത്തിൽ നിന്ന് ആദാമിലൂടെ ഭൂമിയിലേക്ക് കടന്നുകൂടിയ പാപത്തിൻ്റെ സകല ശിക്ഷാവിധിയെയും ഇല്ലാതാക്കാൻ യേശു കർത്താവ് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായി, ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ 4-ാം വാക്യം, ഞാനിങ്ങനെ വാക്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായി യേശു കർത്താവ് ക്രൂശിൽ മരിക്കുകയാണ്. യേശുവിൻ്റെ മരണമാണ് വാസ്തവത്തിൽ എന്നെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചത്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ പാപത്തിൻ്റെ അധീനതയിലായിരുന്നേനെയും അവൻ വിഷപ്പല്ല് കൊഴിച്ചതുകൊണ്ട് മരണത്തിന് എന്നെ സ്പർശിക്കാനായിട്ട് കഴിയത്തില്ല. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം? നേരത്തെ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തിലേക്കൊന്നുമല്ല പോകുന്നത്. ഈ ദ്രവത്വമുള്ളത് എങ്ങോട്ട് പോയേനേയും? നിത്യതയിൽ പാപത്തിൻ്റെ ശിക്ഷയായ നിത്യ നരകത്തിലേക്ക് പോയേനേയും. എന്നാൽ ഇപ്പോൾ യേശു കർത്താവ് എനിക്ക് തന്ന വിജയത്തോടുകൂടെ ഈ ദ്രവത്വമായത് അദ്രവത്വത്തെ നേരിട്ട് കൈക്കൊള്ളുമ്പോൾ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശരീരം, ഈ ദ്രവത്വമുള്ള ശരീരം ഭൂമിയിൽ അടിഞ്ഞു പോകുമ്പോൾ അദ്രവത്വമായ കൈപ്പണിയല്ലാത്ത
കൊരിന്ത്യലേഖനം 5-ാം 2 കൊരിന്ത്യർ 5-ാം നമ്മൾ കാണുന്നു, കൈപ്പണിയല്ലാത്ത ഒരു നിത്യ ഭവനം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ ദ്രവത്വത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ദ്രവത്വമുള്ള ശരീരത്തിന്റെ മീതെ ഉടുക്കാൻ എനിക്ക് വേണ്ടി ദൈവം സ്വർഗത്തിൽ ഒരു സ്വർഗീയ ശരീരത്തെ ഒരുക്കിയിരിക്കുന്നു. ഈ ദ്രവത്വമുള്ളത് നേരിട്ട് അദ്രവത്വത്തിലേക്ക് ചെല്ലുമ്പോൾ, നേരത്തെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ, മരിക്കുന്ന വിശുദ്ധന്മാർ പോലും എങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു? പാതാളത്തിലേക്ക്, നരകത്തിലേക്കല്ല. എങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു? പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. കാര്യം അദ്രവത്വത്തിന്റെ ആ തേജസ്സിലേക്ക് കയറിക്കൂടുവാൻ അവർക്ക് പറ്റാതെ വണ്ണം അവർ പാതാളത്തിന്റെ ബന്ധനത്തിലായിരുന്നു. യാക്കോബ് പോലും പറയുന്നത്, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടു കൂടെ പാതാളത്തിലേക്ക് അയക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? ഞാൻ പാതാളത്തിലേക്ക് പോകുകയല്ല, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ അങ്ങ് ധരിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വലിയ ഒരു വിജയാഹ്ലാദമാണ്. When I am dying, I am not crying. When I am dying, I proclaim I proclaim my victory. ഞാൻ എൻ്റെ വിജയത്തെയാണ് പ്രഘോഷിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശുമരണം നമുക്ക് നൽകി തന്നതായ ആ വലിയ പദവിയെക്കുറിച്ച് ബോധ്യമില്ലാതെ ഇരിക്കരുത് നമ്മുടെ പ്രിയമുള്ളവരെ. അവൻ നമുക്ക് വേണ്ടി അടിയേറ്റു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു, അവൻ തകർക്കപ്പെട്ടു, അവൻ കഷ്ടമനുഭവിച്ചു. പക്ഷേ അവൻ പറഞ്ഞു, എല്ലാം ഞാൻ സഹിച്ചു, പക്ഷേ ഇനിയിപ്പോൾ പിശാചിന് സാജുവിൻ്റെ മേൽ അധികാരമില്ല. ടെറ്റലസ്റ്റായി അവൻ കൊടുത്തു വീട്ടണതെല്ലാം, അവൻ കടപ്പെട്ടതെല്ലാം ഞാൻ കൊടുത്തു വീട്ടിയിരിക്കുന്നു. യേശു കർത്താവ് അത് കൊടുത്തു വീട്ടിയത് കൊണ്ട് ഞാനിപ്പോൾ ഞാൻ വിക്ടറിയാണ്, എനിക്ക് വിജയമാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ഞാൻ പല മെസ്സേജസിലും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുകയാണ്. നിങ്ങൾ പല മെസ്സേജസും ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്നതുകൊണ്ട്, ഇതെല്ലാം കർത്താവിൻ്റെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട ഒത്തിരി മെസ്സേജസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനകത്തൊക്കെ ആവർത്തിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ എന്താണ് കാൽവറി ക്രൂശിൽ നടക്കുന്നത്, കാൽവറി ക്രൂശിൽ എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ വിശദീകരണം. അതിൻ്റെ ആത്മതലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യക്ഷത്തിൽ എന്ത് കാണുന്നു എന്നുള്ളതല്ല, ദൃശ്യലോകത്ത് എന്ത് കാണുന്നല്ല, ആത്മലോകത്ത് അദൃശ്യലോകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് വിശദമാക്കുന്ന ഒരു ഭാഗമാണ് കൊലോസിയൻസ് ചാപ്റ്റർ 2 നമ്മൾ അതിൻ്റെ 14-ാം വാക്യം മുതൽ അല്ലെങ്കിൽ 13-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രജന്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരവർഗങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. ഞാൻ ഈ ഭാഗം ഇവിടെ ഒന്നുകൂടെ എടുക്കാൻ കാര്യം, എൻ്റെ പഴയ CD-കളിലും മറ്റും പറഞ്ഞിരിക്കുന്നത് കൂടാതെ വേറെ ചില ഉപദേശം ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇതൊന്നുകൂടെ അങ്ങ് പറഞ്ഞേക്കാമെന്ന് വെച്ചത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം, ഓരോ ദുരുപദേശം ഇറങ്ങുമ്പോഴും നമ്മളുടെ മെസ്സേജസ് റിന്യൂ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ. ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞ ഒരു കാര്യമാണ്, ന്യായപ്രമാണത്തെ യേശു കർത്താവ് ക്രൂശിൽ തറച്ച് നീക്കിക്കളഞ്ഞു. ന്യായപ്രമാണത്തെ യേശു കർത്താവ് ക്രൂശിൽ തറച്ച് നീക്കിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, ഇവർക്ക് മലയാളവും അറിയത്തില്ലയോ എന്നുള്ളത് എൻ്റെ ചോദ്യം. ഗ്രീക്കും ഹീബ്രു ഒന്നും പഠിക്കണ്ട, മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യം എന്താണ്? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ചട്ടങ്ങൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ലോ, ന്യായപ്രമാണം. ന്യായപ്രമാണത്താൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ന്യായപ്രമാണം തറച്ചെന്നാണോ എഴുതിയിരിക്കുന്നത്? ആണോ? അല്ല. ഇറ്റ് സേസ് അബൌട്ട് ആൻ ഓർഡിനൻസ് ഓർ ഒരു കൈയെഴുത്ത്. എന്താണ് ആ കൈയെഴുത്ത്? ആ കൈയെഴുത്ത് ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റാണ്. ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റ്, ഞാൻ ചെയ്യാൻ വിട്ടുപോയതായ നന്മകളുടെയും ന്യായപ്രമാണം അനുസരിച്ച് ഞാൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യാതിരുന്നതും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തതുമായ എൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് അനുസരിച്ചുള്ള ഒരു ലിസ്റ്റ്. ഞാൻ അമ്മയപ്പന്മാരെ അനുസരിക്കാതിരുന്നത്, ഞാൻ മോഷ്ടിച്ചത്, ഞാൻ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ വിഗ്രഹാരാധന നടത്തിയത്, ഞാൻ മോഹിച്ചത്, കൂട്ടുകാരനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞത്, എന്തെല്ലാം കാര്യങ്ങൾ, ഇതെല്ലാം ഞാനും ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തതിൻ്റെ എല്ലാം കൂടെ ഒരു ലിസ്റ്റ്. ഈ ലിസ്റ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് കടം. ഇതിനെയാണ് പാപക്കടമെന്ന് പറയുന്നത്.
ഈ ലിസ്റ്റ് പിശാചിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ വകയാണ്. കാര്യം ഓരോ പാപം ചെയ്യുമ്പോഴും പാപം ചെയ്യുന്നവനൊക്കെയും പിശാച് എന്ന പിതാവിൻ്റെ മകൻ എന്നാണ് പറയുന്നത്. നമ്മൾ പാപം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദൃശ്യ ലോകത്ത് നമ്മൾ അറിയാതെ തന്നെ ഒരു നോട്ട് എഴുതി കൊടുക്കുന്നുണ്ട് പിശാചിന്. ഡെവിൾ, ഐ ബിലോങ് ടു യു. പിശാചെ, ഞാൻ നിൻ്റെ വകയാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ അത് ആത്മലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവനൊക്കെയും പിശാച് എന്ന പിതാവിൻ്റെ മകൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നാച്ചുറലി ഹാപ്പൻസ്. ആ ലിസ്റ്റ് പിശാചിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ കർത്താവിൻ്റെ മുമ്പ് കയറി നിന്നാലും നമ്മളെ അവിടുന്ന് കൊണ്ടുപോകാനുള്ള അവകാശം ആർക്കുണ്ട്? പിശാചിന് ഉണ്ട്. പക്ഷേ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ എന്താണെന്നറിയാമോ? പിശാചിൻ്റെ കയ്യിൽ നിന്നും ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ പിശാചിന് എഴുതി കൊടുത്ത എൻ്റെ നോട്ടുണ്ടല്ലോ, എൻ്റെ ഞാൻ നിൻ്റെ വകയാണെന്ന് എഴുതി കൊടുത്തതായ ആ കത്തുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ലെറ്റർ ഉണ്ടല്ലോ, അത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് എൻ്റെ പാപങ്ങളുടെ, അതുകൊണ്ടാണ് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവും എന്ന് പറഞ്ഞത്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പുറകിൽ നിന്ന് ശക്തി കൊടുക്കുന്നത് എന്താണ്? ഈ ന്യായപ്രമാണമാണ്. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിച്ചല്ലോ, മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. എൻ്റെ പാപം ശിക്ഷാർഹമാക്കുന്നത്, അതുകൊണ്ടാണ് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് പറയുന്നത്. എൻ്റെ പാപം ശിക്ഷാർഹമാക്കുന്നത് എന്താണ്? ന്യായപ്രമാണമാണ്. അത് കയ്യിൽ, പിശാചിൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് വാങ്ങിച്ച ക്രൂശിൽ തറച്ച് അതിനെ മായിച്ചു കളഞ്ഞെന്നാണ് പറഞ്ഞത്. മായിച്ചു കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹി ബ്ലോട്ടഡ് ഇറ്റ് ഔട്ട് വിത്ത് ഹിസ് ബ്ലഡ്. അവൻ്റെ രക്തം കൊണ്ട് അവനതങ്ങ് ഒപ്പിയെടുത്തു. ബ്ലോട്ടഡ് എന്നുള്ള വാക്ക് ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ ഈ പത്രക്കടലാസൊക്കെ റീസൈക്കിൾ ചെയ്യുമല്ലോ, നമ്മളുടെ ന്യൂസ് പേപ്പറൊക്കെ നമ്മൾ റീസൈക്കിൾ ചെയ്യാന്ന് പറയും. റീസൈക്കിൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്, അത് ആദ്യം അരച്ചിട്ട് അതിൽ നിന്ന് കാർബൺ വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. ഒരു കടലാസിൽ നിന്ന് കാർബൺ വലിച്ചെടുത്ത് കളഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താ? യു കനോട്ട് റീഡ് ഇറ്റ്, കാര്യം ഇറ്റ് ഈസ് എ വൈറ്റ് പേപ്പർ. പത്രക്കടലാസിൻ്റെ അക്ഷരങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാർബൺ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതിനകത്ത് ഡീയിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡീയിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനകത്തെ മഷി ഇങ്ങ് വലിച്ചെടുത്ത് കളഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. യേശു കർത്താവ് എന്ത് ചെയ്തു? കാൽവറി ക്രൂശിൽ എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് അവൻ്റെ രക്തം കൊണ്ടങ്ങ് വലിച്ചെടുത്തു. അത് ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതുണ്ടായിരുന്നെങ്കിൽ പിശാചിന് എന്ന് വേണമെങ്കിലും എൻ്റെ നേരെ വന്ന് അവകാശവാദം മുഴക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവന് പറ്റത്തില്ല. ദൈവത്തിൻ്റെ അടുത്ത് പിശാചി എന്ന് നിന്നിട്ട് പറയും, സാജു അത് ചെയ്തിട്ടുണ്ട്, അവൻ ഇത് ചെയ്തിട്ടുണ്ട്, അവൻ ന്യായപ്രമാണം അനുസരിച്ചുള്ള ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവൻ ഓരോ ലിസ്റ്റും അങ്ങോട്ട് വായിച്ച് കേൾപ്പിക്കും. അവൻ ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം. അതുകൊണ്ട് സാജു എൻ്റെ വകയാണെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, അവനതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ വകയാണ്. കാര്യം നീതിമാനായ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നീതികേട് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് തെളിവ് വേണം. എന്തിയേ അവൻ പാപം ചെയ്തപ്പോൾ നിനക്ക് എഴുതി തന്ന നോട്ട് എന്തിയേ? അല്ലെങ്കിൽ അവൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് എന്തിയേ? അവൻ ഒപ്പിട്ട ലിസ്റ്റിങ് തന്നേ. എന്നാ പിശാചൻ പറയും, അവൻ്റെ ഉണ്ടോ ഇപ്പോൾ ലിസ്റ്റ്? ഇല്ല. ഈ ലിസ്റ്റ് ഇപ്പോൾ എവിടെയാ? കാൽവറി ക്രൂസിൽ. അങ്ങോട്ട് നോക്കാൻ പോലും അവന് മടിയാണെന്നല്ല, അവനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് അവൻ പറയും, എൻ്റെ കയ്യിലില്ല, പക്ഷെ അവിടെ ഉണ്ട്. എവിടെ? ആ നമ്മളെ മോൻ മരിച്ച ക്രൂശില്ല, അവിടെ ഉണ്ട്. കർത്താവ് എന്ത് പറയും? കർത്താവ്, ദൈവം അങ്ങോട്ട് നോക്കിയിട്ട് പറയും, ഞാൻ ഒരു കടലാസ് തറച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനകത്തൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഞാൻ നോക്കുമ്പോൾ അവൻ്റെ പാപമൊന്നും അവത്തിൽ എഴുതിയിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ പുത്രൻ്റെ രക്തം മാത്രമേ അതിനകത്ത് കാണുന്നുള്ളൂ. പ്രിയമുള്ളവരെ, എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് യേശു കർത്താവ് അവൻ്റെ രക്തം കൊണ്ട് ഒപ്പിയെടുത്തു. ഇനിയിപ്പോൾ എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് പിശാചിൻ്റെ കയ്യിലില്ല. അത് വായിക്കാൻ ആർക്കും കഴിയുകയില്ല. അവനത് മായിച്ചു കളഞ്ഞു. അതാണ് പാപങ്ങളെ മായിച്ചു കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവൻ്റെ രക്തം കൊണ്ട്